നേമത്തെ മിന്നുന്ന വിജയത്തിന് ശേഷം ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്നോടൊപ്പം ചേരുന്നു. ഇങ്ങനെ ഒരു വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്നോ? ഞങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം മുതൽ പറഞ്ഞല്ലേ, ഈ മാറ്റം ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു, ഞങ്ങൾക്കൊരു നല്ല ഒരു അവസരം കിട്ടും, ജനങ്ങൾ തരും എന്ന് എനിക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, പാർട്ടിക്കുണ്ടായിരുന്നു. നേമത്ത് വെറും രണ്ടക്ക സംഖ്യയിൽ മാത്രമാണ് നേമത്തല്ല, കഴക്കൂട്ടത്ത്. കാരണം അത് ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. അവിടെ വിജയം ഉറപ്പിച്ചിരുന്നോ അവസാന ലാപ്പിൽ? അല്ല, നോക്കൂ, അങ്ങനെ ഞങ്ങൾ ഓരോരോ സീറ്റായിട്ട് അങ്ങനെ പരിശോധിച്ചില്ല. ഞങ്ങൾ മുമ്പോട്ട് വെച്ചു, ഒരു കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ചു. വികസനം, അഴിമതി രഹിത ഭരണം, ഇതെല്ലാം ഞങ്ങൾ മുമ്പോട്ട് വെച്ചപ്പോൾ ഞങ്ങൾ കിട്ടിയ റെസ്പോൺസ് ഞങ്ങൾക്കൊരു ആത്മവിശ്വാസം തന്നു. അതില് എത്രയോ സീറ്റിൽ ഇനിയിപ്പോ ഈ നമ്പേഴ്സ് എല്ലാം വരുമ്പോ പരിശോധിക്കണം. വോട്ട് ഷെയർ വർദ്ധിച്ചിട്ടുണ്ട്, എത്രയോ സ്ഥലത്ത് ഞങ്ങൾ നമ്പർ സെക്കൻഡ് സ്ഥാനത്തിൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പരിശോധിച്ചിട്ട് പിന്നെ പറയാം. ഈ UDFന്റെ വിജയത്തെ എങ്ങനെ നോക്കി കാണുന്നു? UDFന്റെ ഈ ഒരു ചരിത്ര വിജയം ഇങ്ങനെ 100ന് മുകളിലേക്ക്. ഒരു ആന്റി CPM വികാരമായിരുന്നു, ആന്റി CPM ഇലക്ഷൻ ആയിരുന്നു. അത് കുറച്ചു കാലമായിട്ട് ജനങ്ങൾ തീരുമാനിച്ചതാണ് CPMനെ തോൽപ്പിക്കണം, CPMനെ പുറത്താക്കണമെന്ന്. അതിന്റെ ഗുണം കോൺഗ്രസ് കിട്ടിയിട്ടുണ്ട്, കോൺഗ്രസും മുസ്ലിം ലീഗിനും. ഈ പ്രതീക്ഷയ്ക്കത്ത് ഉയരാൻ കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസമുണ്ടോ ബിജെപിക്ക്? അല്ല, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇനി ഇതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടിയാൽ എനിക്ക് സന്തോഷമായിരുന്നു. പക്ഷേ 3 സീറ്റ് പിടിച്ചു, ജനങ്ങൾ അവസരം തന്നു, അസംബ്ലിയിൽ കയറാൻ ഒരു അവസരം തന്നു. അസംബ്ലിയിൽ ഇനി ഇരുന്ന് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കും, പ്രവർത്തിക്കും. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. താങ്ക് യു. അതാണ് വലിയ ആവേശത്തിലാണ് BJP ക്യാമ്പും. മാറിവനിയസ് കോളേജിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് എത്തിയതാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തകരുടെ ഒരു വലിയ നിര ഇവിടേക്ക് എത്തുന്നുണ്ട്. വി മുരളീധരനും അതോടൊപ്പം തന്നെ നേമത്ത് രാജീവ് ചന്ദ്രശേഖറിന് പുറമെ ചാത്തന്നൂരിലും BJP അക്കൌണ്ട് തുറന്നിരിക്കുകയാണ്. അതിന്റെ ആത്മവിശ്വാസത്തിലാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനും BJP കേന്ദ്രങ്ങളും. ക്യാമറാമാൻ ബിപിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.